എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബാഗിയും ലൂഫിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. ബാഗി പറയുന്നുണ്ട്, എൻ്റെ മൊത്തം ജീവിതത്തിൽ ഞാൻ ഇതുവരെ ആരോടും ഇത്ര ദേഷ്യപ്പെട്ടിട്ടില്ല. ഷാങ്സ് എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയില്ല, പക്ഷെ അവനെ പറ്റി എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇനി ഇവർ തമ്മിലുള്ള പാസ്റ്റാണ് കാണിക്കുന്നത്. പാസ്റ്റിൽ ഇവർ രണ്ടുപേരും ഒരേ കപ്പലിലുണ്ടായിരുന്നവരാണ് ആൻഡ് ഇവർ ഫ്രണ്ട്സൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളെ കാണിക്കുമ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ അടി ഉണ്ടാക്കുവാണ്. ഏത് പോളിലാണ്, നോർത്ത് പോളിലാണോ സൗത്ത് പോളിലാണോ ഏറ്റവും കൂടുതൽ തണുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരാളാണെങ്കിൽ വന്നിട്ട് ഇവരുടെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ എനിമി ഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് എല്ലാവരോടും പോയി ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ആൻഡ് ഈ ഫൈറ്റിൻ്റെ ഇടയിൽ ബാഗിക്കാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു ട്രഷറിൻ്റെ മാപ്പ് കിട്ടുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് എനിമി ഷിപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇവർക്ക് കിട്ടിയോണ്ട് ഇവരത് സെലിബ്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് ബാഗിയും ഷാങ്സും ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്, നിൻ്റെ ലൈഫ് ഗോൾ എന്താണെന്നൊക്കെ. അപ്പോൾ ഷാങ്സ് പറയുന്നുണ്ട് ഒരുപാട് ക്രൂവിനെയൊക്കെ സെറ്റാക്കിയിട്ട് ഷാങ്സിന് ഒരുപാട് ലോകം കാണാൻ പോകണം, ഒരു നല്ല പൈറേറ്റ് ആവണം എന്നൊക്കെ പറയുന്നുണ്ട്. ബാഗി ആണെങ്കിൽ കിട്ടിയ മാപ്പും കൊണ്ട് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നിൽക്കുവാണ്. അപ്പോഴാണ് ഷാങ്സ് ഡെവിൾ ഫ്രൂട്ടിനെയൊക്കെ പറ്റി പറയുന്നത്. എന്നിട്ട് ഡെവിൾ ഫ്രൂട്ടിൻ്റെ പവേഴ്സിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇത് വിറ്റാൽ കുറേ ക്യാഷ് കിട്ടും. ബാഗി ആണെങ്കിൽ ഇത് അവിടെ നിന്ന് കട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൊണ്ട് എസ്കേപ്പ് ചെയ്യാനായിരുന്നു ബാഗിയുടെ പ്ലാൻ. പക്ഷേ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഷാങ്സ് വരുന്നത്. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ബാഗി ആണെങ്കിൽ അറിയാതെ ഈ സാധനം തിന്നുന്നുണ്ട്. അതോടെ ബാഗിയുടെ സ്വിമ്മിങ് എബിലിറ്റീസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് അപ്പോൾ ഷാങ്സ് ആണ് നിങ്ങളെ സേവ് ചെയ്തതെന്ന്. അപ്പോൾ ബാഗി പറയുന്നു ഞാൻ അതല്ല പറഞ്ഞത്, ഷാങ്സിൻ്റെ ഈ ഇൻസിഡൻറ്റ് കാരണം എൻ്റെ പ്ലാൻ ഒന്നും നടന്നില്ല. 10 വർഷവും കൂടെ ഞാൻ എൻ്റെ പ്ലാനൊക്കെ ചെയ്യാൻ വേണ്ടി ഡിലേ ആയി എന്ന് പറയുവാണ്. അതുകൊണ്ട് എൻ്റെ ട്രഷർ തൊടുന്ന ഒറ്റൊരുത്തന്നെ ഞാൻ വെറുതെ വിടൂല എന്ന് പറഞ്ഞിട്ട് ബാഗി ആണെങ്കിൽ ഡബിൾ ഫ്രൂട്ട് പവർ ഉപയോഗിച്ച് 2 ആവുന്നുണ്ട്. ലൂഫി നോക്കുന്ന സമയത്ത് ബാഗി ആണെങ്കിൽ നേരെ പോകുന്നത് അതുവഴി ട്രഷറും കൊണ്ടുപോകുന്ന നാമിയുടെ അടുത്താണ്. ബാഗിയുടെ ബോഡി ആണെങ്കിൽ 2ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് നേരെ നാമിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ കുത്താൻ പോകുന്ന സമയത്ത് ബാക്കി ബോഡി പാർട്ട് ഇവിടെ നിന്നുണ്ട്, അത് ലൂഫി അറ്റാക്ക് ചെയ്യുവാണ്. അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്ന സിറ്റിസൺസ് ആണെങ്കിൽ മേയറിനെ കാണാതെ പോയി തിരക്കാന്ന് പറഞ്ഞിട്ട് നേരെ മേയറിനെ തിരക്കാനായിട്ട് ഇങ്ങോട്ട് വരുവാണ്. അടുത്ത സീനിൽ ലൂഫി നാമിനോട് പറയുകയാണ് നീ ആ ട്രഷർ ഇവിടെ വെച്ചിട്ട് ഇതും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവൻ നിൻ്റെ പുറകെ വരുന്നു. അപ്പോൾ നാമി പറയും ഞാൻ ചെയ്യത്തില്ല, ഇത് ഞാൻ കൊണ്ടുപോകും, ഇതെൻ്റെ ട്രഷറാന്ന് പറയുവാണ്. ബാഗി ചോദിക്കുന്നുണ്ട് നിൻ്റെ ട്രഷറോ? അപ്പോൾ നാമി പറയുകയാണ് ഞാൻ പൈറേറ്റ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് മോഷ്ടിക്കുന്നത്, ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചതാണ്, സോ ഇതിപ്പോൾ എൻ്റെതാണ് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ബാഗി ആണെങ്കിൽ വീണ്ടും ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് മാറുവാണ്. എന്നിട്ട് ലൂഫിനോട് പറയുന്നുണ്ട് നീ പറ്റുമെങ്കിൽ നിൻ്റെ ഫ്രണ്ടിനെ വന്ന് രക്ഷിക്കുന്നു. ലൂഫി നോക്കുന്ന സമയത്ത് ബാഗിയുടെ കാലുകൾ മാത്രം ഇങ്ങനെ പയ്യെ പോകുന്നത് കാണുവാണ്. ലൂഫി ആണെങ്കിൽ അതെടുക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളി നാമിനെ ചെന്ന് കുത്താൻ പോകുന്ന സമയത്ത് ലൂഫി ആണെങ്കിൽ പുള്ളിയുടെ കാലെടുത്ത് അത് പിടിച്ച് പിച്ചയും വലിക്കുകയൊക്കെ ചെയ്യും. വീണ്ടും ഇയാൾ നാമിനെ കുത്താൻ പോകുന്ന സമയത്ത് ലൂഫി ആണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഒറ്റ ചവിട്ട് കൊടുക്കുവാണ്. ലൂഫി പുള്ളിനെ ഡിഫീറ്റ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ബാഗി ആണെങ്കിൽ വീണ്ടും ബോഡി പാർട്സ് അസംബിൾ എന്ന് പറഞ്ഞിട്ട് വരുവാണ്. പക്ഷെ അപ്പോഴേക്കും ബാഗി ആണെങ്കിൽ ചെറുതാവാണ്, ബാഗിയുടെ കുറച്ച് ബോഡി പാർട്സ് കാണുന്നില്ല. നാമിയാണ് ആ ബാക്കി ബോഡി പാർട്സ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഈ സമയത്ത് ലൂഫി ആണെങ്കിൽ സ്വന്തം ഡബിൾ ഫ്രൂട്ട് പവർ ഉപയോഗിച്ച് ബാഗിനെ അവിടെ നിന്ന് ഒറ്റയടിക്ക് പറത്തി വിടുവാണ്. അങ്ങനെ ലൂഫി ഈ ഫൈറ്റിൽ ജയിച്ചൊക്കെ കഴിഞ്ഞിട്ട് ലൂഫി ആണെങ്കിൽ നേരെ വന്ന് സ്ട്രോ ഹാറ്റ് എടുക്കുവാണ്. അപ്പോൾ നാമി പറയുന്നുണ്ട് അത് ഫുള്ള് കീറിയെന്ന്. അപ്പോൾ ലൂഫി പറയുന്നു കുഴപ്പമില്ല, എനിക്കിതെന്തായാലും വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ നാമി പറയുവാണ് ഒരു കാര്യം ചെയ്യാം, ഞാനിത് നിനക്ക് ശരിയാക്കി തരാമെന്ന്. എന്നിട്ട് നാമി ഗ്രാൻഡ് ലൈനിൻ്റെ മാപ്പ് ലൂഫിക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് നീ എന്നെ സേവ് ചെയ്തില്ലേ, അതുകൊണ്ട് ഇത് നിനക്കിരിക്കട്ടെ എന്ന്. ലൂഫി ആണെങ്കിൽ ഹാപ്പി ആകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ ക്രൂവിൽ ജോയിൻ ചെയ്യുമെന്ന്. അപ്പോൾ നാമി പറയുന്നുണ്ട് ഇല്ല, ഞാൻ ഒരിക്കലും ഒരു പൈറേറ്റ് ആവത്തില്ല, പക്ഷെ നിൻ്റെ കൂടെ നിൽക്കുന്നത് നല്ലതാണ്, എന്നാൽ നിൻ്റെ കൂടെ ഞാൻ ടീം ആവാം, നീ എപ്പോഴും ഓർത്തോ ഞാൻ ഒരു പൈറേറ്റ് ആവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലൂഫി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് നേരെ പോയി സോറോനെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സോറോ ചോദിക്കുന്നുണ്ട് എല്ലാം ശരിയായോ എന്ന്. അപ്പോൾ ലൂഫി പറയുന്നുണ്ട് ശരിയായി, നമുക്ക് ഗ്രാൻഡ് ലൈനിൻ്റെ മാപ്പും ഒരു നാവിഗേറ്ററേയും കിട്ടിയെന്ന്. സെയിം ടൈമാണ് സിറ്റിസൺസ് ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. സിറ്റിസൺസിനെ കണ്ട ഉടനെ ഇവരൊക്കെ അവിടെ നിന്ന് ഓടുവാണ്, കാരണം ഇവർ പൈറേറ്റ്സ് ആണല്ലോ. അപ്പോൾ ഇവർ ഓടുന്ന സമയത്ത് സിറ്റിസൺസ് ആണെങ്കിൽ തെറ്റിദ്ധരിക്കുവാണ് ഇവരാണ് മേയറിനെ അറ്റാക്ക് ചെയ്തതെന്നൊക്കെ. സെയിം ടൈം ഇവരെ നമ്മുടെ ഡോഗ്, കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഡോഗ് പ്രൊട്ടക്റ്റ് ചെയ്യുവാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് മേയറിന് ബോധം വരുന്നത്. അപ്പം മേയർ ചോദിക്കുന്നുണ്ട് ആ കുട്ടികൾക്കൊക്കെ ജീവനുണ്ടോ എന്ന്. അപ്പോൾ അവർ പറയുന്നുണ്ട് അവരല്ലേ നിങ്ങളെ അറ്റാക്ക് ചെയ്തതെന്നൊക്കെ. അപ്പോൾ മേയർ പറയുന്നുണ്ട് അല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട്
അവരെങ്ങോട്ടാ പോയതെന്നും ചോദിച്ചിട്ട് മേയർ ആ സെയിം വഴി ഓടിപ്പോവാണ്. മേയറാണ് ഇവരെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് ബൈയൊക്കെ പറയുവാണ്. അപ്പോൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രഷർ ബാഗ് ഉണ്ട്. അത് ലൂഫിയാണ് അവിടെ വെച്ചിട്ട് വന്നത്. എന്നിട്ട് ലൂഫി പറയുന്നുണ്ട്, നിങ്ങളുടെ ടൗണൊക്കെ ഇപ്പോൾ നാശമായില്ലേ, അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പൈസ വേണ്ടതെന്നൊക്കെ പറയുവാണ്. ഇത് കണ്ടിട്ട് നാമിക്കാണെങ്കിൽ ദേഷ്യം വരുവാണ്. ഞാൻ കഷ്ടപ്പെട്ട് മോഷ്ടിച്ച ട്രഷറാന്നൊക്കെ പറഞ്ഞിട്ട് നാമിയും ലൂഫിയും തമ്മിൽ അവിടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് സോറ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യുക.